ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ LP-UP സിലബസിലെ കെമിസ്ട്രി ഭാഗം മൊത്തം നമുക്ക് പഠിച്ചെടുക്കാൻ 4 മണിക്കൂർ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അത്രയും സമയം മതി കേട്ടോ നമ്മൾ മൊത്തം പഠിച്ചു തീർക്കാനായിട്ട്. അപ്പോൾ ഇത് മുന്നേ നിങ്ങൾ പഠിച്ചിട്ടുള്ള പല കണ്ടൻറ്റുകളും അതിലുണ്ടായിരിക്കും. അതുകൊണ്ട് ഇത്രയും സമയം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ സിലബസിലൂടെ കടന്നു പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള LP-UP കെമിസ്ട്രിയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ 4 മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതിനു മുൻപ് നമ്മളിപ്പോൾ നമ്മളുടെ ചാനലിൽ വീഡിയോസ് ഇടുന്നുണ്ട്. വളരെ ക്രിസ്പായിട്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത്. ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോസൊന്നും അല്ല. അപ്പോൾ അതിന് അടിയിൽ കുറേ കമൻറ്റുകൾ കാണാറുണ്ട്, ഇതുപോലെ പഠിച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അതിന് ആൻസർ ഞാൻ ആദ്യം പറയാം. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ? സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് അതിൽ ശരിയുള്ളത് അല്ലെങ്കിൽ ബാധകമല്ലാത്തത് എന്നിങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം അതാണ് അവിടെ പരിശോധിക്കപ്പെടുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ആൻഡ് വൺ വേർഡ് ആൻസർ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാം. എങ്കിൽ പോലും ഒരു 5-6 ക്വസ്റ്റ്യൻസ്, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊക്കെയായിരിക്കും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരിക. മനസ്സിലായോ? അല്ലാതെ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ വേറെ പഠിക്കുക അങ്ങനെയല്ല. നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൽ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസിൽ പോയിൻ്റായിട്ട് പറയുന്നതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റുകളൊക്കെ തന്നെയായിരിക്കും സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപത്തിൽ വരിക. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും വേണ്ട കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പഠിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഒട്ടും സമയമില്ല. അതും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണ്ടേ. അപ്പം നിങ്ങളുടെ മുൻപിൽ 1 മാസം കഷ്ടിയാണുള്ളത്. അപ്പോൾ ആ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാം അല്ലേ? അത് വളരെ ക്രിസ്പായിട്ട് ആ ഒരു സിലബസ് കവർ ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ച് പോയാൽ ചിലപ്പോൾ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അല്ലാതെ ഒന്നും പഠിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഉള്ള സമയം യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട സമയമാണിത്. ഓക്കെ, കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പഠിക്കാനാണ്. അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. കെമിസ്ട്രി 4 മണിക്കൂർ കൊണ്ട് സിലബസ് ഫുള്ള് എങ്ങനെ കവർ ചെയ്യാം. നമ്മുടെ ചാനലിൽ നമ്മൾ 100 ഡേയ്സ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കെമിസ്ട്രിയുടെ എല്ലാ ഭാഗങ്ങളും തീർത്തിട്ടുണ്ടായിരുന്നു. 7 വീഡിയോസാണ് നമ്മൾ കെമിസ്ട്രിക്ക് വേണ്ടി ചെയ്തത്. 7 വീഡിയോസ്. ഈ 7 വീഡിയോസിൽ പലതും 30 മിനിറ്റ്, 20 മിനിറ്റ്, 15 മിനിറ്റ്, 40 മിനിറ്റ് ഒക്കെയുള്ള വീഡിയോസാണ്. ആ 7 വീഡിയോസ് എല്ലാം കൂടിയെടുത്താൽ 4 മണിക്കൂറിൽ താഴെയാണ് വരുന്നത്. എന്നാൽ ഏകദേശം 4 മണിക്കൂർ എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ 4 മണിക്കൂർ കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇനി അധികം സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. സമയമുണ്ടെങ്കിൽ നമുക്ക് റാങ്ക് ഫയൽസും SCRTയും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം നോക്കിയിട്ടേ നമ്മൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. പക്ഷേ ഇനിയുള്ള സമയം പലരും പഠിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് പറ്റാതെ പോയവരുണ്ട്. സിലബസ് ഒന്ന് കവർ ചെയ്തിട്ടെങ്കിലും ഞങ്ങൾക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും സിലബസ് ഒന്ന് വായിച്ചിട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാകാം. അതുപോലെ പഠിച്ചതിന് ശേഷം ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് ഒന്ന് റിവിഷൻ കഴിക്കാൻ എങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അത്തരത്തിലുള്ള ഒരു സമയമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ 7 വീഡിയോസാണ് നമ്മൾ മൊത്തം സിലബസ് കെമിസ്ട്രിയുടെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഈ 7 വീഡിയോസും കൂടി നിങ്ങൾക്ക് കേട്ട് തീർക്കാനായിട്ട് 4 മണിക്കൂറാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാം സിലബസ് ഒന്ന് കവർ ചെയ്ത് പോകാൻ, നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ആ വീഡിയോസ് ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ ചാനലിൽ പോയി പ്ലേലിസ്റ്റ് എടുത്ത് അതിൽ 100 ഡേയ്സ് ചലഞ്ചിൽ കുറേ വീഡിയോസ് കിടക്കുന്നുണ്ട്. അതിലൊന്നും തപ്പിയെടുക്കേണ്ട കാര്യമില്ല. ഞാൻ പുതിയൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, LP-UP കെമിസ്ട്രി ഫുൾ സിലബസ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഉള്ളിൽ 7 വീഡിയോസ് മാത്രമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വേഗമാവട്ടെ, നമുക്ക് അധികം സമയമില്ല. ഓക്കെ, താങ്ക് യു.